കരമുയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ വീണ്ടും പറയാം. ഒരിക്കൽ കൂടെ ഇടി മുഴക്കത്തോടൊരു ഹല്ലേലൂയ. ദൈവനാമം മഹത്വമായി തീരട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമ്മുടെ പാളയസഭയുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ സെഷനിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകലും രാത്രിയിലും ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്ന ബഹുമാന്യ ഡോക്ടർ ജോൺ വർഗീസ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, അനേക സന്ദർഭങ്ങളിൽ ചില കുടുംബങ്ങൾ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ പോയ കുടുംബങ്ങളെ, അതുപോലെ പിന്മാറ്റത്തിൽ പോയ യൗവനക്കാരെയൊക്കെ തൻ്റെ ദാസൻ ദൈവവചന വെളിച്ചത്തിലൂടെ അവരെ കൗൺസിലിംഗ് നൽകി സന്തോഷ ജീവിതം നയിപ്പാൻ തൻ്റെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്നു, ഇന്ന് ഈ പകൽക്കാലം നമുക്ക് വേണ്ട ദൂതുകൾ കർത്താവ് തൻ്റെ ദാസൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. മറ്റ് മുഖവരെ ഒന്നും കൂടാതെ തുടർന്നുള്ള എല്ലാ സമയവും കർത്താവിൻ്റെ ദാസന് നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ സമയവും കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്കും ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഡോക്ടർ ജോൺ വർഗീസ്. ദൈവത്തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള വിശുദ്ധ ജനങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് അവറുകളെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അതുപോലെ തോമസ് കുട്ടി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചാൽ എനിക്ക് നോ പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ആണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഞാനിങ്ങനെ അടുപ്പിച്ചങ്ങ് മീറ്റിങ്ങുകൾക്ക് പോകുന്ന ഒരാളല്ല. അല്പമൊക്കെ ബ്രേക്ക് എടുത്തേ പോകാറുള്ളൂ. കാരണം അങ്ങനെ പോകുന്നതും ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജൂൺ മാസം 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കണ്ടതാണ്. പിന്നെ എനിക്ക് വിളിക്കുവാനോ ഒന്നും സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ താല്പര്യപ്പെട്ട സമയത്ത് 10 മണി കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ 10 മണിക്ക് മുമ്പ് വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ്റെ കോൾ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കടന്നു വരണമെന്ന് പറഞ്ഞു. ഞാൻ അല്പം ആദ്യം, കാരണം എൻ്റെ യാത്രയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് മടിച്ചെങ്കിലും പിന്നെ തന്നോട് എങ്ങനെ നോ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിളിച്ച് ഞാൻ തീർച്ചയായും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കടന്നു വരുവാനിടയായിത്തീർന്നത്. ഇവിടെ വേദിയിലായിരിക്കുന്ന സഹശുശ്രൂഷകന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. മുൻപിലായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. ഞാനൊരു ഉപവാസ പ്രാർത്ഥന പ്രസംഗ സ്പെഷ്യലിസ്റ്റൊന്നുമല്ല. പക്ഷേ എന്തോ ചില വർഷങ്ങളായി പലയിടത്തും അവർ വിളിച്ചാൽ ചെല്ലുന്നത്, അവിടെ ചെല്ലുമ്പോഴറിയുന്നത് 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ സമാപന ദിവസമാണ്, 7 ദിവസത്തെ ഉപവാസത്തിൻ്റെ സമാപന ദിവസമാണെന്നൊക്കെ അറിയുന്നത്. എന്നാലും ദൈവം നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കാരണം ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിലും തിരുവചനമാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചതുപോലെ ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിൽ മാത്രമേ അവൻ്റെ ഭവനത്തിലെ കോപ്പ് കവർന്നു കളയുവാൻ കഴിയുള്ളൂ. ഈ സിറ്റിയുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടുവാനുള്ള സർവ്വ അധികാരവും ഇവിടെയുള്ള ദൈവജനത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. അത് നമ്മളുടെ ശക്തിയാൽ കഴിയുകയില്ല. പക്ഷേ നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി കരേറ്റിയായിട്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ചു. രാജകുടുംബത്തിലുള്ളവർ ഇവിടെ കടന്നു വന്ന് നിന്നെ ആരാധിക്കണമെന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കായിരുന്നു അത്. കാരണം അങ്ങനെ ആരും പ്രാർത്ഥിക്കാറില്ല. കാരണം നമ്മൾക്ക് നമ്മുടേതായ ചില പരിധികൾ വെച്ചിരിക്കുകയാണ്. നമ്മെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ അല്പം കൂടെ ഗ്രേഡ് കൂടിയവർ മാത്രം വന്ന് നമ്മോടൊപ്പം ആരാധിക്കുക എന്നുള്ളതല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ഉന്നത അധികാരത്തിലുള്ളവർ, രാജകുടുംബത്തിലുള്ളവർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സർക്കാർ ഉദ്യോഗം വഹിക്കുന്നവർ, കലക്ടർമാർ, ഇവരെയൊക്കെ വെച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവരാരും ദൈവ വചനത്തിനോ ദൈവത്തിൻ്റെ ആത്മാവിനോ അന്യരല്ല. അവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ആകർഷണത്താൽ
രക്ഷയിൽ ആകർഷിക്കപ്പെടേണ്ടവരാണ്. നാം അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ളതായ ആ വലിയ ആഹ്വാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയും ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 31. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. മതി. ഈ 2 വാക്യങ്ങളിലെ 2 പ്രധാന ഭാഗമാണ്, അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അതിൽ നിന്ന് ദൈവം നൽകിയ ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആദ്യം വായിച്ചതായ വേദഭാഗത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. നാമും മനുഷ്യരും ദൈവവും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നാം ആളുകളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കണ്ണിന് കാണുന്നത് വെച്ച നാം ആളുകളെ വിലയിരുത്തുന്നത്. ശരിയാണോ? അല്ലേ? കണ്ണിന് കാണുന്നത് അനുസരിച്ചാണ് നാം ആളുകളെ വിലയിരുത്തുന്നത്. അത് ശരിയാകാം, തെറ്റാകാം, അല്ലേ? നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ, ആളിനെ കണ്ടപ്പം പുള്ളി ഒരു നല്ല വ്യക്തിയാണെന്നാണ് തോന്നിയത്, പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ എന്താണ്, ആ കണ്ട കാഴ്ചയ്ക്കുള്ള ആഴമോ പരപ്പോ ഒന്നും തൻ്റെ സംസാരത്തിലോ അല്ലെങ്കിൽ ശുശ്രൂഷയിലോ ഇടപാടുകളിലോ ഇല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് വെച്ച് ആദ്യം ഒരു അഭിപ്രായം പറയും, പക്ഷെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ അഭിപ്രായത്തിന് മാറ്റം വരുത്തുകയും ചെയ്യും. എന്താ കാരണം? ആ വ്യക്തിയുമായി ഇടപെടുമ്പോൾ എന്താണ്, അവരുടെ സംഭാഷണത്തിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ഇടപാടുകൾ, ഇതെല്ലാം ഓർത്ത് വിലയിരുത്തുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നാം ചെയ്യാറുള്ളത്. ഇതെല്ലാം എന്തിനെ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്? കണ്ണിന് കാണുന്നതിനെ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്. കണ്ണിന് കാണുന്നതിനെ അടിസ്ഥാനപ്പെട്ട് വിലയിരുത്തലുകൾ നടത്തുമ്പോൾ മിക്കവാറും നമ്മുടെ എല്ലാ വിലയിരുത്തലുകളും എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിപ്പോയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ കാര്യങ്ങളിൽ വ്യക്തികളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച്, പ്രസംഗരെ സംബന്ധിച്ച്, ശുശ്രൂഷയെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു നിലകളിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചും നാം പലപ്പോഴും പല വിലയിരുത്തലുകൾ നടത്താറുണ്ട്. അത് കണ്ണിന് കാണുന്നത് അനുസരിച്ചാണ് ആ വിലയിരുത്തലുകൾ നമ്മൾ നടത്തുന്നത്. എന്നാൽ പലപ്പോഴും അത് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തിന്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും എല്ലാ വിലയിരുത്തലുകളും ശരിയായിരുന്നു ആണോ? പറയാനൊരു മടിയുണ്ടല്ലേ? തെറ്റിപ്പോകാം. കാരണം നാം മനുഷ്യൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വിലയിരുത്തലുകളെല്ലാം കണ്ണിന് കാണുന്നത് അനുസരിച്ചായതുകൊണ്ട് അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ നോക്കി നാം എന്താണെന്ന് അറിയുന്ന ഒരുവനാ നമ്മുടെ ദൈവം. ബില്ലി ഗ്രഹാം പറഞ്ഞൊരു വാക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കയില്ലായിരുന്നു. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലേ? എന്നെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കയില്ലായിരുന്നു
നിങ്ങൾ എന്നെ വെറുത്തേനെ. ഞാൻ എന്നെ അറിയുന്നത് പോലെ അറിയുന്ന ദൈവം പോരാ, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം, എൻ്റെ നിലവുകളെ അറിയുന്ന ദൈവം, എൻ്റെ തുടക്കവും മധ്യവും അവസാനവും അറിയുന്ന ദൈവം. മനുഷ്യന്റെ അറിവുകൾ, ഹൃദയത്തിൻ്റെ അറിവുകൾ, ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളെ അറിയാൻ തുടങ്ങിയത്? ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് എന്താ? വിവരം വെച്ച് തുടങ്ങിയപ്പോഴില്ലേ? പക്ഷെ അതിനു മുമ്പൊരു കാലഘട്ടമില്ലേ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് യിരെമ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട്, നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, തിരഞ്ഞെടുത്തു, ഇസ്രായേലിന് പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഫലിതരൂപത്തിൽ പറയാറുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയ ഏക മനുഷ്യനാണ് യിരെമ്യാവ്. നാമൊക്കെ പഠിച്ച് എന്തെല്ലാം പരീക്ഷകൾ പാസ്സായി, ഏതൊക്കെ പ്രവേശന പരീക്ഷകൾ പാസ്സായി, പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് പോസ്റ്റ്മാൻ വരുന്നോ ഇല്ലയോ എന്ന് കാത്തിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഇമെയിൽ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, മെയിൽ വല്ലതും വന്നിട്ടുണ്ടോന്ന്. പക്ഷെ യിരെമ്യാവിന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് എങ്ങനെയാണ്? അവൻ ഉരുവാകുന്നതിന് മുമ്പേ അവനൊരു അപ്പോയിൻമെന്റ് ഓർഡർ നൽകിയ അവൻ ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെടുന്നത്. പക്ഷെ അവനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ബാലനെന്ന് നീ പറയരുത്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കി നിന്നെക്കുറിച്ച് പറയും നീ ബാലനാണെന്ന്. അത് കേട്ട് നീ പറയരുത് നീ ബാലനാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആകത്തുകയോ വിദ്യാഭ്യാസമോ ശ്രേഷ്ഠതയോ കുടുംബ മഹാത്മ്യമോ ഒന്നുമല്ല എൻ്റെ ദൈവം നോക്കുന്നത്. നിങ്ങൾ നിങ്ങളെ വിലയിരുത്തിയാൽ നിങ്ങൾ 0 ആയിരിക്കും. എന്നാൽ എൻ്റെ ദൈവം നിങ്ങളിൽ പാർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വലുപ്പം എന്താണെന്ന് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കണ്ണിന് കാണുന്നത് വെച്ച് വിലയിരുത്തുവാൻ ശ്രമിച്ചാൽ നാം പരാജയപ്പെട്ടു പോകും. അങ്ങനെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ചിന്തയിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജനനത്തിൽ മുതൽ തന്നെ ട്രാജഡികൾ മാത്രമായിരുന്നു. പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ വേറെ വിവാഹം കഴിച്ചു, പിന്നീട് അദ്ദേഹവുമായി പൊരുത്തപ്പെട്ടു പോകാൻ തനിക്ക് കഴിയാതെ വന്നു. അദ്ദേഹം ഡോക്ടർ പണി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ സാമുവൽ ബ്രിങ്കിളിന് ആകെ കിട്ടിയത് ലോൺലിനെസ് മാത്രമാണ്, ഏകാന്തത. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാര്യമല്ല, 1860 ജനിച്ച മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏകാന്തത മാത്രമാണ്. ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ വീടിന് ചുറ്റിലുള്ള കൃഷിയിടത്തെ കുറിച്ചല്ല. ഫാം ഹൗസ് എന്ന് പറയുന്നത് വളരെ ദൂരെയാ. അവിടെ ഏകാന്തത അനുഭവിച്ച് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയ നിലയിലായിരിക്കും. പക്ഷെ തൻ്റെ മാതാവ് തന്നെ സൺഡേ സ്കൂളിന് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചതുകൊണ്ട് അത് തൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. 12-ാം വയസ്സിൽ തനിക്ക് ദൈവവിളി ഉണ്ടായി. പക്ഷെ അവിടെ കൊണ്ടൊന്നും ആയില്ല. അതിനുശേഷം താൻ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ബോസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ താൻ വൈദിക വിദ്യാഭ്യാസവും കഴിഞ്ഞു. പക്ഷെ എവിടെയും മെത്തഡിസ്റ്റ് പാസ്റ്ററായിട്ട് തന്നെ പലരും വിളിച്ചതാ. അവിടെയൊക്കെ തനിക്ക് പോകാമായിരുന്നു. പക്ഷെ അതൊന്നും തനിക്ക് ചേർന്നതല്ല എന്നൊരു ചിന്ത തനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്യം ബൂത്തിന്റെ ഒരു പ്രസംഗം കേൾക്കുന്നതിന് തനിക്കിടയായത്. വില്യം ബൂത്ത് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, സാൽവേഷൻ ആർമിയുടെ സ്ഥാപക പ്രസിഡന്റാണ്. ഇന്നത്തെ സാൽവേഷൻ ആർമിയെ വെച്ചാൽ അതിനെ വിലയിരുത്തരുത്. അന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എല്ലായിടത്തുമുള്ള ഒരു വലിയ സംഘടന, ആത്മീയ പ്രസ്ഥാനം, സംഘടനയെന്നല്ല ആത്മീയ പ്രസ്ഥാനമായിരുന്നു. പിന്നീട് അത് സംഘടനയായി മാറി. എല്ലാം തുടങ്ങുന്നത് ആത്മീയ പ്രസ്ഥാനമായിട്ടാണ്. കുറേ കഴിയുമ്പോൾ പിന്നെ അതെല്ലാം എന്തായി മാറും? സംഘടനയായി മാറും. സംഘടനയായി മാറുമ്പോൾ എന്താണ്? അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ഈ സഭ എന്ന് പറയുന്നത് ശരീരമായിരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. അത് സംഘടനയാകുമ്പോൾ അതപ്പതിക്കുവാൻ തുടങ്ങും.
ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സഭയെന്ന് പറയുന്നത് ശരീരമാണ്, ക്രിസ്തു എന്ന ശരീരമാണ്. അത് ശരീരമായിരിക്കുന്നിടത്തോളം ദൈവിക പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അത് സംഘടനയാകുമ്പോൾ അതിൻ്റെ എല്ലാ ഊരാക്കുടുക്കുകളും അതിൽ വന്നു ചേരും. ഈ സാമുവൽ ബ്രിങ്കിൾ ഇങ്ങനെ മുൻപോട്ട് പോയി 27-ാം വയസ്സിൽ 1887 താൻ തീരുമാനിച്ചു വില്യം ബൂത്തിന്റെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ. താൻ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ഇന്നത്തെ യാത്രാ സൗകര്യം അന്നുണ്ടോ? അതോടെ ചിന്തിച്ചിട്ട് വേണം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും ആളോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു വിടരുത്. ആ സംഭവം നിങ്ങളുടെ ഉള്ളിൽ അത് തട്ടി ജ്വലിക്കണം. എങ്കിലേ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാകുകയുള്ളൂ. 1887 താൻ അമേരിക്കയിൽ നിന്ന് യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് എത്തി. വില്യം ബൂത്തിനെ നേരിട്ട് പോയി കണ്ടിട്ട് അദ്ദേഹം സാമുവൽ ബ്രിങ്കിളിനെ വിശേഷിപ്പിച്ചത് യു ആർ എ ഡേഞ്ചറസ് പേഴ്സൺ. ദൈവവിളി ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച്, ദൈവവിളി ഉണ്ടായി, നിങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും നേതാവിനെ പോയി കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതെ പറഞ്ഞു, യു ആർ എ ഡേഞ്ചറസ് പേഴ്സൺ. നീ അപകടകാരിയായ ഒരു മനുഷ്യനാ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. അമേരിക്കയിൽ നിന്ന് യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ ചെന്ന്, അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അവൻ്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ പറയുകയാണ്, യു ആർ എ ഡേഞ്ചറസ് പേഴ്സൺ. കുറെ സംസാരങ്ങൾക്ക് ശേഷം, നീ ഞങ്ങളുടെ ഡിസിപ്ലിനുമായി ചേരുന്നവനല്ല, നിന്റെ ബോസാ, നീ ഒരു പാസ്റ്ററാ, നിനക്ക് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിപ്പാൻ, ഡിസിപ്ലിൻഡായിട്ട് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. താനെല്ലാം സമ്മതിച്ചു. എന്താ, നീ ഒരു കാര്യം ചെയ്യ്, ബാരക്കിൽ അവിടെ ഷൂ, നിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ഷൂ ബ്ലാക്ക് ആക്കുന്ന ജോലി. ഇന്ന് ആ ബ്രൗൺ ഷൂ ഒക്കെ വരുന്നത്, അന്ന് ബ്ലാക്ക് ഷൂ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ ട്രെയിനിയായിട്ട് കുറെ ആൾക്കാരെ എടുത്തിട്ടുണ്ട്, 18 പേരെ. അവരുടെ ഷൂ നീ പോളിഷ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞ് ദൈവവേലയ്ക്ക് വചനവുമായി വെള്ള ഇട്ടുകൊണ്ട് വന്നേച്ച് നമ്മളോട് പറയുക ഷൂ നന്നാക്ക്, അല്ലെങ്കിൽ അവിടുത്തെ കീബോർഡ് പൊടിയെല്ലാം നന്നാക്ക്, ഇവിടെ പാവിരിക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? നമ്മുടെ വിളിയെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വിളി ഈ സ്റ്റേജിൽ ഇരിക്കുന്നതല്ല. സമയം കിട്ടുമ്പോൾ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും അവസരം കിട്ടുന്നതല്ല ശുശ്രൂഷ. ദൈവവിളി എന്ന് പറയുന്നത് ആളുകൾ മീനിയൽ എന്ന് വിചാരിക്കുന്ന, നിന്ദ്യമെന്ന് വിചാരിക്കുന്ന ജോലി ചെയ്യുവാൻ തയ്യാറാകുന്നതാണ് ദൈവവിളി. അതിന് തയ്യാറായി മുൻപോട്ട് വരണം. അത് പരപ്രേരണയാലല്ല. സാമുവൽ ബ്രിങ്കിളിന് തന്നെക്കുറിച്ചുള്ള ദൈവവിളിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഏൽപ്പിച്ച ദൗത്യം താൻ മിന്നുന്ന നിലയിൽ ആ ഷൂ എല്ലാം പോളിഷ് ചെയ്തു. എന്നാലും മനുഷ്യനല്ലേ, താൻ അവിടെ ഇരുന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇതിനാണോ ദൈവമേ എന്നെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത്? അന്ന് താൻ ഒരു ദർശനം കണ്ടു. ആ കണ്ട ദർശനം ഇങ്ങനെയാണ്: യേശു താഴെ ഇരുന്നു കൊണ്ട് പത്രോസിൻ്റെയും, തൻ്റെ ആ ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നൊരു കാര്യമാണ്, തള്ളിപ്പറഞ്ഞ യൂദയുടെയും കാലുകൾ കഴുകുന്ന ദർശനം താൻ കണ്ടു. കർത്താവേ, സ്വർഗോന്നതയിൽ പിതാവിനോടൊപ്പം വാസം ചെയ്യുന്ന നീ ഈ ഭൂമിയിലേക്ക് വന്ന് നിന്നെ തള്ളിപ്പറയുന്ന യൂദയുടെയും കാൽ കഴുകുവാൻ നീ തയ്യാറായെങ്കിൽ ഇത് ഞാൻ ശിരസാ വഹിച്ചോളാം, ഈ ജോലി ഞാൻ ചെയ്തോളാം, ഇനിയും പിറുപിറുക്കയില്ല, ഇനി നിന്നോട് പരാതി പറയുകയില്ല. താൻ അങ്ങനെ തുടർന്നു. പിന്നീട്
സാൽവേഷൻ ആർമിയുടെ ഏറ്റവും വലിയ പ്രസംഗകനായി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആൻ അപ്പോസ്റ്റൽ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ട ഏക മനുഷ്യനായി ദൈവം അവനെ മാറ്റി. വില്യം ബൂത്ത് കണ്ണിന് കാണുന്നത് നോക്കിയപ്പോൾ അവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ യഹോവയോ അവൻ്റെ ഹൃദയത്തെ അറിഞ്ഞതുകൊണ്ട്, അവൻ യഹോവയെയും അറിഞ്ഞതുകൊണ്ട് അവനെ ദൈവം ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മളിലുള്ള വിളി ഏതെങ്കിലും സ്ഥാനമാനത്തിന് വേണ്ടിയുള്ളതാകരുത്. നമ്മിലുള്ള ദൈവവിളി ഏതെങ്കിലും പദവിക്ക് വേണ്ടിയുള്ളതാകരുത്. നമ്മിലുള്ള ദൈവവിളി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവർ എത്ര ഹീനമായ പ്രവൃത്തി ചെയ്യുവാൻ ഏൽപ്പിച്ചാലും അത് ശിരസാ വഹിച്ചുകൊണ്ട് പരാതി കൂടാതെ പിറുപിറുപ്പില്ലാതെ ചെയ്യുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ദൈവവിളി. അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ എവിടം വരെ എത്തിക്കുമെന്നുള്ളത് ലോകം പോലും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടാണോ? ആണോ? നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടാണോ? അല്ല. എത്രയോ പേരുണ്ടായിരുന്നു, അവരിൽ നിന്നെല്ലാം ഹാൻഡ് പിക്ക് ചെയ്തത് അല്ലേ? ഹാൻഡ് പിക്ക് ചെയ്ത. അങ്ങനെയാണ് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചത് എന്താണ്? ഒരു കഴുത അവിടെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിധി എന്താ? കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിനെ കഴുത്തൊടിച്ച് കൊന്നുകളയും. കഴുത്തൊടിച്ച് കൊന്നുകളയുന്ന അല്ലെങ്കിൽ മരണപ്പെടുവാൻ വിധിക്കപ്പെട്ട കഴുതയെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു വേണം അതിനെ മോചിപ്പിക്കേണ്ടത്. കഴുതയ്ക്കാണോ ആട്ടിൻകുട്ടിക്കാണോ വില? ആട്ടിൻകുട്ടിക്കാ വില. വിലയില്ലാത്തതിനെ വിലയുള്ള വസ്തു കൊണ്ട് വീണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തിയാ എൻ്റെ ദൈവം നമ്മോട് കാണിച്ചത്. നാം സുവിശേഷത്തിന് അന്യരായി, നിന്ദ്യരും പരദേശികളുമായി, ആർക്കും വേണ്ടാത്തവരായി, തള്ളപ്പെട്ടവരായി പാളയത്തിന് പുറത്ത് കിടന്നപ്പോൾ അവൻ്റെ സ്നേഹം നമ്മെ തേടി വന്ന് വീണ്ടെടുപ്പിന്റെ വില അത് കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ വേണ്ടിയാ ദൈവം തന്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിന്റെ വില കഴുത്തൊടിച്ച് കൊല്ലേണ്ടതിന് വിധിക്കപ്പെട്ട കഴുതക്കുട്ടിയെ നോക്കിയിട്ട് ശിഷ്യന്മാരെ വിട്ടിട്ട് പറയുകയാണ്, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മയും കണ്ടിട്ട് യേശു പറഞ്ഞ ഒരു വാക്കാണത്. എനിക്ക് ഇവനെ ആവശ്യമുണ്ട്, എനിക്ക് ഈ സഹോദരനെ ആവശ്യമുണ്ട്, എനിക്ക് ഈ മകളെ ആവശ്യമുണ്ട്, എനിക്ക് ഈ സഹോദരിയെ ആവശ്യമുണ്ട്. അവന്റെ സ്റ്റാറ്റസ് മാറി, കഴുതക്കുട്ടിയുടെ സ്റ്റാറ്റസ് മാറി. യേശു അതിന്മേൽ കയറി, വാഹനമേറി. ലഭിച്ച അംഗീകാരം എന്താണ്? സ്വന്തം വസ്ത്രം, വിലയേറിയ വസ്ത്രം നിരത്തുകളിൽ ആളുകൾ വിരിക്കുകയാണ്. ആരാതിലൂടെ നടക്കുന്നത്? കഴുതയാണ്. കഴുത്തൊടിച്ച് കൊല്ലുവാൻ വിധിക്കപ്പെട്ട കഴുത അതിലൂടെ നടക്കുന്നത്. ഈ കഴുതയ്ക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ആ കുഞ്ഞാട് എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ടാ ഞാൻ കഴുത്തൊടിക്കപ്പെട്ടവനായി മാറാഞ്ഞത്. അതിലൂടെ നടന്നത് എന്താണ്? ആ കഴുതയുടെ മേൽ അവൻ വാഹനമേറിയപ്പോൾ നടന്നത് എന്താണ്? വചനത്തിന്റെ തിരുവെഴുത്തുകളിലെ ചില സത്യങ്ങളാണ് അവിടെ നിറവേറിയത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ആ കുഞ്ഞാട് തന്നെ ഈ കഴുതയ്ക്ക് വേണ്ടി വില കൊടുത്ത് അതിനെ വിലയ്ക്ക് വാങ്ങി. വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു. നമ്മയും വീണ്ടെടുത്തത് വസ്തുക്കളെ കൊണ്ടല്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താലാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്.
അതിന്റെ വില എന്തെന്ന് ഇന്നറിയണം. വിളിക്കപ്പെട്ടതുകൊണ്ട് ആരാധനയ്ക്കും കൂട്ടങ്ങൾക്കും വന്നതുകൊണ്ട് വിശ്വാസിയാകണമെന്നില്ല. വിശ്വാസിയാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കി ആര് സ്തുതിച്ചില്ലെങ്കിലും, ആര് പാടിയില്ലെങ്കിലും, ആരും കീർത്തനം ചെയ്തില്ലെങ്കിലും, ആരും ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ സ്തുതിക്കും. എന്താ കാരണം? ആ വീണ്ടെടുപ്പിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി കരയേറ്റിയാട്ടെ. നമുക്ക് സ്വയമേവ ചെയ്യുവാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ആ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തത്. പലപ്പോഴും പലർക്കും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? അവർ കണ്ണിന് കാണുന്നത് നോക്കുന്നത് കൊണ്ടാണ്. കണ്ണിന് കാണുന്നത് നോക്കുമ്പോൾ കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. അവർ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തി വന്നില്ലായിരിക്കാം, വാക്കുകൾ വന്നില്ലായിരിക്കാം. ചിലപ്പോൾ ചിലരെ കുറിച്ച് നിങ്ങൾ പറയും, പുള്ളി ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വാ തുറക്കായിരുന്നാ മതി. പറഞ്ഞിട്ടില്ലേ? കണ്ണിന് കാണുന്നത് നോക്കുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത്. കണ്ണിന് കാണുന്നത് നോക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് പലരും നമ്മെ തള്ളിയില്ലേ? പലരും നമ്മെ വേണ്ട എന്ന് പറഞ്ഞില്ലേ? ഇവനെ കൊള്ളത്തില്ല, ഇവളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ അർഹതപ്പെട്ട സ്ഥാനമാണോ ലഭിച്ചിരിക്കുന്നത്? അർഹതയില്ലാത്ത സ്ഥാനത്താ ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അർഹതയില്ലാത്തത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ ലഭിച്ചവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. കാരണം ആ വീണ്ടെടുപ്പിൻ്റെ വില എത്ര വിലയേറിയതാണ്, എത്ര ശ്രേഷ്ഠമായ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ വിലയിരുത്തുന്നത് എല്ലാവരും കണ്ണിന് കാണുന്നത് നോക്കിയാ. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു പ്രവാചകൻ, നമ്മുടെ ഉള്ളിലിരിപ്പും നമ്മുടെ സ്വഭാവവും അറിയുന്ന ഒരു പ്രവാചകൻ ഇവിടെ വന്നെന്നറിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്താ? ദൈവമേ, പുള്ളി ഒന്നും വിളിച്ചു പോവല്ലേ, അല്ലേ? സഭയിലെ എല്ലാവരും ഉള്ള ദിവസമായി ഇന്ന്. അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും? ദൈവമേ, ഒന്നും വെളിപ്പെടുത്തല്ലേ അപ്പാ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നേ? ആണോ? അല്ലേ? എങ്ങനെങ്ങാണം ഞാൻ പലയിടത്ത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാ. ചില ആളുകൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ പുള്ളി ഉള്ളതെല്ലാം വിളിച്ചു പറയുമെന്ന്. അന്നേരെ ബൈബിൾ എടുത്തുകൊണ്ട് വിട്ട പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ നിലവുകളെ അറിയുന്ന, വിചാരങ്ങളെ അറിയുന്ന ദൈവം എൻ്റെ സമീപയുണ്ട്. വിശ്വസിക്കുന്നോ? എൻ്റെ സമീപേ, എന്നെ അറിയുന്ന, അങ്ങനെ പറഞ്ഞാൽ പോരാ, എൻ്റെ ഹൃദയത്തെ അറിയുന്ന, എൻ്റെ നിരൂപണങ്ങളെ അറിയുന്നതാ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരു പ്രവാചകൻ അറിയുന്ന, എല്ലാം അറിയുന്ന ഒരു പ്രവാചകൻ വരുമ്പോൾ പേടിയുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിട്ടും എന്തേ അവനോട് ഭയം വരാത്തത്? എന്തേ അവന് നന്ദി കരേറ്റാത്തത്? നമ്മുടെ ഹൃദയത്തെ ഉള്ളതിൻ വണ്ണം അറിയുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എന്തെന്ന് എനിക്കറിയുവാൻ കഴിയില്ല, എന്നാൽ ഈ തിരുവചനത്തിനെല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. ഇതിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. വചനം എന്ന് പറയുമ്പോൾ ഈ ബൈബിളല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. അതാണ് ഈ തിരുവചനം. സർവനേരവും നമ്മെ വിവേചിക്കുന്നതാ ഈ തിരുവചനം. ഇത് പേടി വരുമ്പോൾ തലണ കീഴിൽ വെക്കാനുള്ളതല്ല.
നന്മകൾ എന്തെന്ന് നാം അറിയുന്നതിന് മുമ്പേ ദൈവത്തോടൊപ്പം മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്, അവൻ പിശാച്. അപ്പം നിങ്ങൾ വിചാരിക്കുക, എന്താ ഈ പ്രശ്നങ്ങളും തിരമാലകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും? കാരണം എന്താണെന്നറിയാമോ? ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മഹത്വകരമായ പദവിയുണ്ട്, ഒരനുഭവമുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. അത് നിന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ വരരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ തിരമാലകളെ നിന്റെ മുൻപിൽ നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളായി, പ്രശ്നങ്ങളായി, കഷ്ടതകളായി, ഞെരുക്കമായി, രോഗമായി അയച്ചുവിടുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എൻ്റെ ഹൃദയത്തെ കണ്ടവൻ എൻ്റെ ആദ്യം അറിയുന്നവനാ, എൻ്റെ മദ്യം അറിയുന്നവനാ, എൻ്റെ അവസാനം അറിയുന്നവനാ. എന്നെക്കുറിച്ചുള്ള അവൻ്റെ ഹിതത്തിന് അവൻ ഒരിക്കലും മാറ്റം വരുത്തുകയില്ല, പിശാച് എത്ര പണിഞ്ഞാലും. അതാ വിശ്വസിക്കേണ്ടത്. പിശാച് എത്ര പണിഞ്ഞാലും അങ്ങനെ തന്നെ പറയണം, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള ദൈവിക ആലോചനയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. ആ വിശ്വാസമാണ് വേണ്ടിയത്. നമുക്ക് പിശാച് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് പേടിയില്ലാത്തവല്ല. യോബിനെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ദൂതന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പം പുള്ളിയെ വിളിച്ചിട്ടാണോ ചെന്ന്? ആരും നിൽക്കാൻ ചെന്നെന്നാ? സാത്താനും നിൽക്കാൻ ചെന്നു. ഹീസ് ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. നമ്മൾ സാധാരണ എഴുതിയിരിക്കുന്നത് അൺസീൻ ഗസ്റ്റ് എന്നൊക്കെ പറയും, നമ്മൾ കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും എന്താണ്, പാസ് കൂടാതെ പ്രവേശിക്കാൻ അനുവാദമുള്ള വ്യക്തിയാണ് പിശാച്. അപ്പോൾ പിന്നെ നമ്മുടെ പോ പിശാച് പറഞ്ഞ പുള്ളി പോവൂ? ഇത് ചോദിക്കേ. എന്നാൽ എന്നെ നോട്ടമിടണമെങ്കിൽ, എൻ്റെ മേൽ ദൃഷ്ടി വെക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ പിശാചിന് പോലും അത് ചെയ്യുവാൻ കഴിയുകയില്ല. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടിയത്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പിശാച് തലകുത്തി മറിഞ്ഞാലും, അവൻ എത്ര തിരമാലകൾ അടിച്ചാലും, അവൻ എങ്ങനെയൊക്കെ ഞങ്ങളെ മുക്കിക്കളയുവാൻ ശ്രമിച്ചാലും, അവിടെ നിന്ന് എന്നെക്കുറിച്ച് ഒരു തിരിഹിതമുണ്ടെങ്കിൽ അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. സഹോദരന്മാര് അവൻ്റെ അവസാനം രേഖപ്പെടുത്തി. എന്താണ്? ചോരയിൽ മുക്കിയ അങ്കി കൊണ്ട് പിതാവിനെ കാണിച്ചു. ചോരയിൽ മുക്കിയ അങ്കി കൊണ്ട് പിതാവിനെ കാണിച്ചു. ചോരയിൽ മുങ്ങിയാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, പിന്നെ അവർ മുക്കിയതാണ് അല്ലേ? എന്നിട്ട് അപ്പൻ്റെ അടുത്ത് ചെന്ന് ഒരു കഥ പറഞ്ഞു. എന്താണ്? ഏതോ വന്യമൃഗം അവനെ പിടിച്ചു, ഇതാ അവൻ്റെ അങ്കി. ഇവിടെ ആ സഹോദരന്മാർ ആ പ്രവൃത്തിയിലൂടെ ചെയ്തതെന്താ? അവൻ്റെ സ്വപ്നത്തെയും അവനെയും സീല് വെച്ച് പെട്ടിക്കകത്താക്കി കുഴിച്ചിട്ടു. ശരിയാണോ? ശരിയാണോ? ആ പ്രവൃത്തിയിലൂടെ അവർ ലക്ഷ്യമിട്ടതെന്താ? ഇനിയും ആ സ്വപ്നക്കാരൻ്റെ സ്വപ്നം ഇവിടെ നടക്കില്ല. ഈ അങ്കിയിലൂടെ, പിതാവിന് കാണിച്ചു കൊടുത്ത ഈ തെളിവിലൂടെ അവൻ എന്നേക്കുമായി ഈ ലോകത്തിൽ അസ്തമിച്ചു. നമ്മെക്കുറിച്ചും കണ്ണിന് കാണുന്നത് വെച്ചിട്ട് ചില ജീവിതങ്ങൾ നോട്ടമിട്ടിട്ട് നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും അവർ പറയുക, തീർന്നു, ഇല്ല, ഇത് അവസാനിച്ചു. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അപ്പനോടും ഇവൻ ഈ കാര്യം പറഞ്ഞു. അപ്പനോടും ഈ കാര്യം പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ ശാസിച്ചു. ശാസിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ദൈവാത്മാവ് ഓർപ്പിച്ചത് പറയട്ടെ. ഈ അപ്പൻ സ്വപ്നം കണ്ടവനല്ലേ? അതോ ഏശാവിനെ പേടിച്ച് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ലൂസ് എന്ന ദേശത്തെത്തിയപ്പോൾ, രാത്രിയായപ്പോൾ, കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടവനല്ലേ നീ? സ്വപ്നം കണ്ട നീ നിന്റെ മകന്റെ സ്വപ്നത്തെ ശാസിച്ചതെന്ത്? ദൈവാത്മാവ് പറയുന്നു, സ്വപ്നം കണ്ട നീ നിന്റെ മകന്റെ സ്വപ്നത്തെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല.
സ്വപ്നം കണ്ട പലരും നിന്നിലെ ദൈവാത്മാവിനെ കാണുവാൻ കഴിയാതെ കണ്ണുമങ്ങിപ്പോകുമ്പോൾ മിസ്രൈമിൽ ഫറവോൻ യോസഫിനെ നോക്കിയിട്ട് പറയുക, നിന്നെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്നിലെ ദൈവാത്മാവിനെ തിരിച്ചറിയുവാൻ നിനക്ക് ജന്മം നൽകിയ പിതാവിന് കഴിയാതിരിക്കുമ്പോൾ നിന്നെ അറിയാത്ത അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഫറവോന്റെ ഹൃദയത്തിൽ ദൈവം ഒരു തിരിച്ചറിവ് നൽകി. നിന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് അങ്കിയിൽ ചോരയിൽ മുക്കി അങ്കി കൊണ്ട് സീല് വെച്ച് കുഴിച്ചടക്കിയാലും കുഴിച്ചിട്ടാലും രാജിയെ അങ്കി ധരിച്ചുകൊണ്ട് നീ ഉയർത്തെഴുന്നേറ്റ് വരും. വിശ്വസിക്കാൻ കഴിയുമോ? കണ്ണിന് കാണുന്നത് നോക്കുന്ന മനുഷ്യൻ വിലയിരുത്തുന്നതിനെ ഓർത്ത് ഭാരപ്പെടരുത്. നിന്നിൽ പാർന്നിരിക്കുന്നത് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള പരിശുദ്ധാത്മാവാ. അതെപ്പോ പൊട്ടുമെന്ന് ചോദിച്ചാൽ പൊട്ടിയാൽ വിവരം അറിയും. ദൈവമേ പൊട്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നത്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാ. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടുവാൻ തീരുമാനിച്ചാൽ ഈ ദേശത്തെ കൈവശമാക്കുവാൻ കഴിയും. സ്വപ്നം കണ്ട പിതാവിനെ സ്വപ്നം വിവരിച്ച മകന്റെ സ്വപ്നത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കണ്ണിന് കാണുന്നത് നോക്കിയ പിതാവ്, കണ്ണിന് കാണുന്നത് നോക്കിയ പിതാവ്, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു, ഹൃദയത്തെ നോക്കുന്നു. ശാസിച്ച പിതാവ് പിന്നെ കാണുന്നത് അവൻ ഫറവോന് രണ്ടാമനായി മിസ്രൈമിലെ പ്രധാനമന്ത്രി. അവിടെ യോസഫ് സഹോദരങ്ങളോട് പറയുന്നു, എൻ്റെ നിലയും വിലയും നിങ്ങൾ ചെന്ന് അപ്പനോട് പറയണം. ഓ, അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ചോരയിൽ മുക്കിയ അങ്കി കൊണ്ട് സീല് വെച്ച് പോയ പാർട്ടികളാ. ആ പാർട്ടികളോടാ യോസഫ് പറയുന്നത്, എൻ്റെ ഇവിടുത്തെ നിലയും വിലയും അപ്പനോട് പറയണം. നിന്നെ സീല് വെച്ച് അടച്ചവർ തന്നെ മറ്റൊരു വർത്തമാനം കൊണ്ട് നിന്റെ പിതാവിന്റെ അടുത്ത് ചെന്ന് സത്വർത്തമാനം നൽകും. അത് കേൾക്കുമ്പോൾ അവന് ചൈതന്യം വരും. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ടാ പറയുന്നത്. ഏത് നാവ് കൊണ്ട് നിനക്കെതിരെ സംസാരിച്ചുവോ അതേ നാവ് കൊണ്ട് നീ ജീവനോടെ ഉണ്ടെന്നും നിനക്കുള്ള പദവിയെക്കുറിച്ചും നിന്റെ അപ്പനോട് അവരെ കൊണ്ട് തന്നെ ദൈവം സംസാരിപ്പിക്കും. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് ഈ പ്രവൃത്തിയെ അറിയുന്നവർ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് അവന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. ദൈവാത്മാവ് തരുന്ന ചിന്തകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രസംഗം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ ദൈവാത്മാവ് തരുന്നത് പറയാതിരിക്കാനും പറ്റുകയില്ല. നിനക്കെതിരെ തിരിഞ്ഞ നാവുകളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്കെതിരെ തിരിഞ്ഞ നാവുകളുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ നിനക്കെതിരെ ഉയർന്ന ചില നാവുകളുണ്ട്. അവർ ചോരയിൽ മുക്കി അങ്കി കാണിച്ച് നിന്റെ അവസാനം കുറിച്ചതാ. അവരെ കൊണ്ട് തന്നെ നിന്റെ ഉയർപ്പ്, ദൈവം നിന്നെ അനുഗ്രഹിച്ച നിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത് അവർ തന്നെ പോയി അവരോട് പറയും. ഓ, എന്തോ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാ. നിങ്ങൾ ആ അർത്ഥം അറിഞ്ഞിട്ട് വേണം. ഒരിക്കലും അവർ സീല് ചെയ്തതാ. ചോരയിൽ മുക്കി അങ്കി കാണിച്ച് യാക്കോബിനോട് അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞതാ. അവരെ കൊണ്ട് തന്നെ നിന്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു. ഓ,
നിന്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, സിംഹം കടിച്ചു കീറി കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നീ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൻ്റെ ഇടത്തോടെ പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, നിനക്കെതിരെ തിരിഞ്ഞ നാവുകൾ നിനക്ക് അനുകൂലമായി തീരുന്ന ഒരു ദിവസമുണ്ട്. ആ ഭാഗത്ത് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവർ അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. സ്വപ്നം കണ്ടപ്പോൾ ഇങ്ങനെ വീഴുമെന്നുള്ള ഒരു കാര്യം അവർക്ക് ഭയമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായി എന്ത് ചെയ്തത്? നാട് കടത്തിയത്. നാട് കടത്തിയപ്പോൾ അവരുടെ ചിന്ത എന്തായിരുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എവിടെയുള്ളൂ? ഇസ്രായേലിലേ ഉള്ളൂ. മിസ്രൈമിൽ എന്തില്ല? ദൈവ സാന്നിധ്യമില്ല. അവനെ അറിയുന്നവരുമില്ല. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്നെ നാട് കടത്തിയാൽ, നാട് കടത്തപ്പെട്ട സ്ഥലത്ത് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥത്തെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാ നിനക്ക് സ്വപ്നം തന്നത്. വിശ്വസിപ്പാൻ കഴിയുമോ? നിന്നെ എവിടെ കൊണ്ടിട്ടാലും ദൈവം നിന്നെ ഉയർത്തും. ഭാഷ അറിയാത്തവരുടെ അടുക്കൽ കൊണ്ടിട്ടാലും ദൈവം അവിടെ നിന്നെ ഉയർത്തും. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഇടയിൽ നിന്നെ കൊണ്ടിട്ടാലും അവിടെ ദൈവം നിന്നെ മാനിക്കും. വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഇടയിൽ നിന്നെ കൊണ്ടിട്ടാലും നിന്റെ ഉയർച്ചയ്ക്ക് അവൻ വഴിയൊരുക്കും. നിന്റെ അപ്പനും സഹോദരനും മനസ്സിലാക്കുവാൻ കഴിയാത്ത നിന്റെ ഉള്ളിൽ പകർന്ന ദൈവാത്മാവിനെ മനസ്സിലാക്കുവാൻ അന്യജാതി മതസ്ഥനും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന, അന്യഭാഷ സംസാരിക്കുന്ന, അന്യജാതിയിൽപ്പെട്ട, അന്യ സംസ്കാരമുള്ള ഒരുവനിൽ ദൈവം പ്രവർത്തിക്കും. എവിടെയെങ്കിലും ഒരു തടവുപുള്ളി പ്രധാനമന്ത്രിയായി തീർന്ന ചരിത്രമുണ്ടോ? ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ മറ്റുള്ളവർക്ക് ശിക്ഷ കൊടുക്കുവാൻ പ്രാപ്തനാകുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതാ ദൈവത്തിൻ്റെ ശക്തി. അതാണ് ഈ തിരുവചനം നമ്മിൽ പകർന്നിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതിയും കൂടെ നോക്കണമല്ലോ. ദൈവം നമ്മെക്കുറിച്ച് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ കണ്ണിന് കാണുന്നത് നോക്കിയിട്ടല്ല നമ്മെ വിലയിരുത്തുന്നത്. അവൻ ഹൃദയത്തെ നോക്കി വിലയിരുത്തുന്നവനാ. ഹൃദയത്തെ നോക്കി വിലയിരുത്തുന്നവനാ. അവൻ്റെ നോട്ടത്തിന് മുൻപിൽ അപ്പാ ഞാനൊന്നുമല്ല, അപ്പാ ഞാനൊന്നുമല്ല. യോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല ഈ വെറുക്കപ്പെട്ട എന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ അടിമച്ചന്തയിൽ വിറ്റവർ എൻ്റെ മുമ്പിൽ തിരിച്ചു വരുമെന്ന്. എന്നാൽ നിന്റെ മുമ്പിൽ വരുവാൻ ദൈവം ഒരു ക്ഷാമത്തെ അയച്ചു. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന്. ദൈവത്തിൻ്റെ വഴി ആരറിയുന്നു? ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലും യഹോവയ്ക്ക് വഴിയുണ്ട്. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് അറിയാത്ത നമ്മളിരുന്ന് പകച്ചു നോക്കാനേ പറ്റുകയുള്ളൂ. എന്നാൽ ഈ കാറ്റിലും പെരുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും വഴിയൊരുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. അവനാണ് നമുക്ക് സ്വപ്നം തന്നത്. അവിടെ ഒരു ക്ഷാമം അയച്ചു. ക്ഷാമ മുഖാന്തരം എവിടെ വരേണ്ടി വന്നു? പറഞ്ഞേ, മിസ്രൈമിൽ വരേണ്ടി വന്നു. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. തലയിൽ ചുമന്നുകൊണ്ടുവന്ന അപ്പക്കഷ്ണത്തിൻ്റെ കുട്ടയിൽ മുഴുവനും അപ്പക്കഷ്ണങ്ങളാണ്. അതിൻ്റെ ഒരു കഷ്ണം പോലും കൊടുക്കാതെ പൊട്ടക്കിണറ്റിൽ തള്ളിവിട്ടപ്പോൾ ഭക്ഷ്യമന്ത്രിയാക്കി ദൈവം അവനെ മാറ്റി. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ചാക്ക് നിറച്ച് ധാന്യങ്ങൾ അമർത്തി കുലുക്കി കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് യോസഫിനെ ദൈവം എത്തിച്ചു. നിനക്കൊരപ്പക്കഷ്ണം തരാത്തവന് ചാക്ക് നിറച്ച് ധാന്യങ്ങൾ നിറച്ച് കൊടുത്തുവിടുവാൻ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പിന്നെന്താണ്, ഇവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ ദിവസവും മൃഷ്ടാന്ന ഭോജനം നൽകി സഹോദരങ്ങളെ അവൻ മാനിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ
നമ്മൾ കാണാതെ പോകരുത്. ഇത്രയൊക്കെ തന്നോട് ദ്രോഹം ചെയ്തിട്ടും, അത് അടിവരയിട്ട് പറയേണ്ടതാ, ഇത്രയൊക്കെ ദ്രോഹം തന്നോട് ചെയ്തിട്ടും അവരോട് വെറുപ്പിൻ്റെയോ പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ കണിക പോലും കാണിക്കുവാൻ യോസഫ് തയ്യാറായില്ല. ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊരു ഭാഗത്തെ എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. അഭിഷേകം കിട്ടിയത് ദാവീദിനാ. അഭിഷേകം നഷ്ടപ്പെട്ടവനാ കസേരയിരിക്കുന്നത്. 38 വർഷം ആ കസേര തൊടാൻ പോലും ദാവീദിന് കഴിഞ്ഞില്ല. നമ്മളാണെങ്കിലോ എങ്ങനെയെങ്കിലും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, പാനലുണ്ടാക്കി കസേര ഇരിക്കുന്നതിന് എന്ത് ചെയ്യും? കാരണം എന്താ? തെളിവില്ലേ? അഭിഷേകമുള്ളവനാ. എവിടെ? നായെപ്പോലെ, ചെള്ളിനെ പോലെ വനാന്തരങ്ങളിൽ, ഗുഹകളിൽ അലഞ്ഞു നടക്കുക. 38 വർഷം രാജീയ അഭിഷേകം തലയിലുണ്ടായിട്ടും ശൗലിനെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകാതെ അവനെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു ദാവീദ്. നമുക്ക് കഴിയും, എനിക്ക് കഴിയത്തില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ എന്ന് കസേരയിൽ ഇരിക്കുമെന്നുള്ളതല്ല നീ സ്വപ്നം കാണേണ്ടത്. ദൈവമാക്കുന്ന സമയത്ത് നീ ആകും. ഞാൻ പലപ്പോഴും ദാവീദിനെ നമിക്കുക. അഭിഷേകമുള്ളവൻ. ദാവീദിനും അറിയാം പുള്ളിയിൽ ദുരാത്മാവാന്ന്. കാരണം എന്താ? പുള്ളിയുടെ ജോലി എന്തുവാ? കിന്നരം വായിക്കുക. അഭിഷേകമുള്ളവൻ്റെ ജോലി എന്തുവാ? സിംഹാസനത്തിലിരിക്കുകയല്ല, പിന്നെ കിന്നരം വായിക്കുക. അഭിഷേകമുള്ള നീ എന്ത് ജോലി ചെയ്യുന്നുവെന്ന് നീ ചിന്തിക്കണ്ട. നിന്നിലെ അഭിഷേകത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. താമസം നേരിടും, പക്ഷെ അത് അത് നിഷേധിക്കലല്ല. നമ്മളൊക്കെ ആണെങ്കിലോ 38 വർഷം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? 38 വർഷം കാത്തിരിക്കുന്ന വോട്ടങ്ങ് ക്ഷമിക്കാം. എവിടാ? വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഗുഹയിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അവിടെ പറ്റത്തില്ല. വനാന്തരത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എപ്പോഴും ഈ പുള്ളി പുറകെയാ. ജനത്തെ ഭരിക്കേണ്ടവൻ ഭരണം വിട്ടേച്ച് അഭിഷേകമുള്ളവനെ കൊല്ലാൻ പുറകെ നടക്കുക. എന്നിട്ടും അവനെ വകവരുത്താനുള്ള അവസരം കിട്ടിയിട്ടും ദൈവം കൊണ്ടുവന്നാന്ന് പറയരുതോ? ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാന്ന് പറയരുതോ? അപ്പോഴും വസ്ത്രത്തിൻ്റെ അഗ്രം മാത്രം കട്ട് ചെയ്ത് കാണിച്ചു. പാനപാത്രം കൈ കിട്ടിയതല്ലേ? ആണോ? ഞാൻ പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവമേ എനിക്കതിന് കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മിലെ പകയും പിണക്കവും വിദ്വേഷവും ഒക്കെ എത്ര വലിയതാ. ഈ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഇത്രയുമാണെങ്കിൽ രാജകീയ അഭിഷേകം കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴും പലരോടും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോഴും പലരോടുള്ള പക വിട്ടുകളയുവാൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴും ചിലരോടുള്ള വിദ്വേഷം ഇല്ലാതാക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മിൽ പാർന്നിരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ഭാഗം പറയാനിരുന്നല്ലെങ്കിലും ദൈവാത്മാവ് അങ്ങോട്ട് നടത്തിയോണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മിൽ പാർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി മനസ്സിലാക്കുവാൻ നാം കഴിയണം. മനുഷ്യൻ കണ്ണിന് കാണുന്നതാ നോക്കുന്നത്, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. യോസഫേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ദാവീദേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നമ്മുടെ പേരുകൾ ചേർത്തിട്ട് നമുക്ക് പറ, എൻ്റെ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. അവൻ ആവശ്യമുള്ളിടത്തോളം എൻ്റെ കഴുത്തൊടിയപ്പെടുകയില്ല. അവൻ എന്നെ വീണ്ടെടുക്കും.
അവൻ എന്നെ വീണ്ടെടുത്ത് ഈ രാജസ്ഥാനത്താക്കിയിരിക്കുക. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. മതി. അതിന്റെ അവസാന ഭാഗമാണ് ദൈവാത്മാവ് സംസാരിക്കാൻ പറയുന്നത്. ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇവിടെ ചില ആളുകൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിട്ടും ചഞ്ചല ഹൃദയത്തോട് വാഗ്ദത്തത്തെ പിടിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തെ നോക്കി മുറുകെ പിടിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എന്നെക്കുറിച്ചും എൻ്റെ തലമുറയെക്കുറിച്ചും എന്ത് അരുളി ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ചഞ്ചലപ്പെടുത്തുന്ന ചിന്തകൾ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ അതിന് അവസരം കൊടുക്കരുത്. അത് മുളയിലെ നുള്ളിക്കളയണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തുതിസ്തോത്ര യാഗങ്ങളെ അർപ്പിക്കണം. കാരണം എനിക്ക് അത് കേൾക്കുവാനുള്ളതല്ല ആ ചെവി. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാം? നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ബൈബിളിൽ ഇങ്ങനെയാ പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അതോ നാക്കുള്ളവൻ സംസാരിക്കട്ടെ എന്നാണോ? പക്ഷെ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞാൽ നടക്കുന്നത് അല്ലയോ? നമുക്ക് ദൈവം നാക്ക് തന്നുകൊണ്ടുള്ള പ്രത്യേകത എന്താ? കുഴപ്പം എന്താ? നമ്മളങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകളെ ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ അവർ സമ്മതിക്കത്തില്ല. അവരിങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഞ്ഞു നോക്കും. അപ്പോഴും അവരെന്ത് ചെയ്യുക? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാക്കുള്ളവൻ സംസാരിക്കട്ടെ എന്നല്ല, ചെവിയുള്ളവൻ കേൾക്കണം. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാം, ബട്ട് ടേക്ക് ടൈം ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും സമയത്തെ വേർതിരിക്കണം. നാം ഒത്തിരി ആവശ്യങ്ങൾ ദൈവത്തോട് പറയാറുണ്ട്, നല്ലത് തന്നെ. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കും. നാം വായിക്കുന്നത് എന്താ? പുത്രൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്ത് ചെയ്യുന്ന ഞാൻ ചെയ്ത് തരും. ഉറപ്പായിട്ടാണ് പറയുന്നത്. അഫർമേറ്റീവ് സെന്റൻസ് ആണത്. ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്ത് ദൈവസന്നിധിയിൽ പറയുന്നു? ആരുടെ നാമത്തിലാ? പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ ചെയ്തു തരും. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാണ്, പക്ഷെ കേൾപ്പാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. ശമൂവേൽ ബാലൻ പറഞ്ഞത് എന്താണ്? യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അങ്ങനൊരു വാക്കെങ്കിലും പ്രാർത്ഥനയിൽ ഇന്നു മുതൽ ഉണ്ടാകണം. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞേച്ച് അടുപ്പത്ത് സ്റ്റൗവിലിരിക്കുന്ന സാധനത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കരുത്. അവൻ്റെ ശബ്ദം കേൾപ്പാനുള്ള തയ്യാറെടുപ്പോട് വേണം നാം ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ വണക്കേണ്ടത്. കഴിയുന്നുണ്ടോ അത്? പലപ്പോഴും വാതോരാതെ സംസാരിച്ച് നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ ഒക്കെ എങ്ങനെയാ? ഞാൻ ആ ഒരു ഭാഗം കൂടെ പറഞ്ഞു വെച്ചങ്ങ് പോവാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കേൾക്കുന്നവർ എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കുറ്റവും പറയരുതെന്നുള്ള നിലയിലാണ്. ഇന്നു മുതൽ അത് മാറ്റിക്കോണം. നാം പ്രാർത്ഥിക്കുന്നത് എന്നേക്ക് വീണ്ടെടുപ്പ് വില തന്ന എൻ്റെ ദൈവത്തോടാ. അവന് പ്രസാദമാണോ, അവൻ പ്രസാദിക്കുമോ എന്നാ നോക്കേണ്ടത്. അടുത്തിരിക്കുന്നവർ ഇന്നത്തെ പ്രാർത്ഥന നല്ലതായിരുന്നു എന്ന് പറയാനുള്ള വ്യഗ്രതയിലല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും അത് തന്നെയാ, പ്രസംഗങ്ങളും അങ്ങനെ തന്നെയാ. ആരുടെയും അഭിനന്ദന വാക്കുകൾ കേൾക്കുവാനല്ല, എൻ്റെ നാവിൽ ദൈവം തരുന്ന ആലോചനയെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ എല്ലാ മാനവും മഹത്വവും എൻ്റെ ദൈവത്തിനുള്ളതാ. ഞാൻ വെറും ഉപകരണം മാത്രമാ, വെറും ഒരു മൈക്രോഫോൺ അല്ലെ സ്പീക്കർ മാത്രമാ. ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളെല്ലാം എപ്പോഴും എങ്ങനെയാ? പ്രാസോപ്പിക്കാനും അതിൻ്റെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ അടുക്കോടൊക്കെ പറയാനും ചില
ചർച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ആ അച്ഛനാണെങ്കിൽ എന്താണ് ഒരു പ്രാർത്ഥന കൊടുത്താൽ കൃത്യമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞെന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. അച്ഛനെ പിശാച് പിടിച്ചിരിക്കാന്ന് ഞാൻ പറയും. നീ പ്രാർത്ഥിക്കുന്നത് ആരോടാ? പ്രാർത്ഥന സഭാവിശ്വാസികൾ കേൾക്കാനുള്ളതല്ല. പ്രാർത്ഥന സഭാവിശ്വാസികൾ കേൾക്കാനുള്ളതല്ല. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഏതെങ്കിലും 5 വയസ്സോ 4 വയസ്സോ 7 വയസ്സോ ഉള്ള കുട്ടികൾ തൻ്റെ അപ്പനോട് സംസാരിക്കുമ്പോൾ ഞാൻ അയലത്തെ വീട്ടിലെ അതേ പ്രായമുള്ള കുട്ടികൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നതെന്ന് കേട്ടേച്ച് വന്നിട്ടാണോ പറയുന്നത്? ആണോ? സ്വന്തം അപ്പനോട് മക്കൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രാസ നോക്കാറുണ്ടോ? ആ വാക്യത്തിൽ പ്രയോഗിക്കുന്ന നിലയിലാണോ എന്ന് നോക്കാറുണ്ടോ? 2 വയസ്സുള്ള കുഞ്ഞ് അപ്പനോട് സംസാരിക്കുന്നത് എങ്ങനെയാ? വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ. അത് തന്നെയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദയവായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ വാചകത്തിന്റെ ഘടനയൊന്നും എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിന്നെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി. നീ മകനാണെങ്കിൽ അപ്പനോട് പറയുന്നതിന് വാക്കുകൾ പരതേണ്ടതില്ല. ഏതെങ്കിലും അപ്പനും അമ്മയും, എടാ ഇന്നലെ നീ എന്നോട് പറഞ്ഞ അപേക്ഷയ്ക്കകത്ത് ഇച്ചിരി ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതിങ്ങനല്ല പറയേണ്ടത്, നീ ഇങ്ങനെ വേണം ചോദിക്കണമെന്ന് ഏതെങ്കിലും അപ്പനും അമ്മയും 2 വയസ്സുള്ള 3 വയസ്സുള്ള പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടോ? ഈ തെറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാ അല്ലേ? എത്ര പേരോടാ പറയുന്നത്, അയ്യോ എൻ്റെ കുഞ്ഞ് ഇങ്ങനെയാ പറയുന്നത്, അത് പറഞ്ഞ് പൂഴുന്ന ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലേ? എന്താ അതിന് കാരണം? എന്താ അതിന് കാരണം? ഈ കുഞ്ഞു പറയുന്ന അക്ഷരത്തെറ്റുള്ള, ഗ്രാമർ തെറ്റുള്ള, വാക്കുകൾ മുഴുമിപ്പിക്കാതെയുള്ള വാക്കുകൾ കേൾക്കാൻ പിതാവിന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. 2 വയസ്സുള്ള 3 വയസ്സുള്ള കൊച്ച് ഗ്രാമറൊക്കെ പഠിച്ചേച്ച് അക്ഷരസ്ഫുടതയോട് ഇങ്ങനെ ഞാൻ ഇന്ന് മുതൽ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്താ ഉടനെ ചിന്തിക്കുന്നത്? ഇവനെന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലേ? ആണോ? ഇത് തന്നെ ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ഇത്രയും നാളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഞാൻ അവന് വീണ്ടെടുപ്പ് വില കൊടുത്ത് എല്ലാ രക്ഷിക്കുകയും ഒക്കെ ചെയ്തതാണ്, പക്ഷേ എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അല്ല പിന്നെ ഇങ്ങനെയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? എന്നോടല്ലയോ സംസാരിക്കുന്നത്? അപ്പനോടല്ലേ സംസാരിക്കുന്നത്? അല്ലേ? അപ്പനോടല്ലേ സംസാരിക്കുന്നത്? അവിടെ നീ എന്തിനാ വ്യാകരണമൊക്കെ നോക്കുന്നത്? ദൈവത്തോട് സംസാരിക്കണം. പോട്ടെ, ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. യാത്ര തുടങ്ങിയപ്പോൾ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഈ യാത്രയിൽ എന്തുണ്ടാകും? അപകടമുണ്ടാകുമെന്ന് പറഞ്ഞു. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? കപ്പലുടമസ്ഥനും മാലൂമിയും മറ്റുള്ളവരും എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ അവരുടെ വഴിക്ക് പോയി. 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഒന്നും കഴിക്കാതെ മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് പോയി എന്ത് ചെയ്തു? കപ്പൽ എന്തായി? പല കഷ്ണങ്ങളായി. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ യാത്ര ചെയ്യുന്ന കപ്പൽ എന്താകാം? പലക കഷ്ണങ്ങളാകാം. പലകമേൽ കടലിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? നീ അതിലൂടെ യാത്ര ചെയ്താലും നിന്നെ അവൻ അക്കരെ കൊണ്ടെത്തിക്കും. യാത്ര ചെയ്ത കപ്പൽ പല കഷ്ണങ്ങളായി മാറി. ഓരോരുത്തരും പല കഷ്ണത്തെ പിടിച്ചെന്ത് ചെയ്തെന്നാ? രക്ഷപ്പെട്ടു. ജീവിതത്തിൽ തകർച്ച നേരിട്ടാലും നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ കഴിയുന്ന ദൈവമാ നമ്മുടെ ദൈവം. അവൻ വിശ്വസ്തൻ. അവൻ വാക്കുമാറാത്ത ദൈവമാ. അവൻ വാക്കുമാറാത്ത ദൈവമാ. അവിടം കൊണ്ട് പൗലോസിന്റെ പ്രശ്നം തീർന്നോ? മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കിയത് കൊണ്ട് എന്ത് ചെയ്തില്ല? പൗലോസ് പറഞ്ഞത്, കാരണം അവർ പറയുന്നത് എന്താ? നിനക്ക് കപ്പൽ എന്താണെന്നും കപ്പലോട്ടം എന്താണെന്നും കടലിലെ കാലാവസ്ഥ കാര്യങ്ങളൊന്നും നിനക്ക് അറിയത്തില്ല. ഈ കപ്പൽ ഓടിക്കാൻ അറിയുന്നവന് വെളിപ്പാടില്ല, വെളിപ്പാടുള്ളവന് കപ്പൽ ഓടിക്കാനും അറിയത്തില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. കരയിൽ ചെന്നു. 276 പേരാ കരയിൽ ചെന്നത്. 275 പേരും വിറക് പെറുക്കി
പക്ഷെ പൗലോസ് പിറക്കിയ വിറകിന്മേൽ മാത്രം ജന്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവമേ എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഈ പ്രശ്നമെന്ന് നീ പറയരുത്. നിന്റെ കയ്യിൽ മാത്രം എന്തുകൊണ്ട് ഈ ജന്തു ചുറ്റി? മറ്റ് 275 പേരും വിറക് പെറുക്കിയതല്ലേ? അവരുടെ മേൽ ചുറ്റിയോ? അവരെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കയ്യിൽ ചുറ്റിയതിനെ നീ തീയിൽ കുടഞ്ഞു കളയണം. പക്ഷേ ആ ദ്വീപ് നിവാസികൾ ഈ ജന്തുവിനെ വിളിക്കുന്നത് നീതിദേവി എന്ന്. എന്തുവാ? നീതിദേവി അവനെ വെറുതെ വിട്ടില്ലെന്നാ. കടലിലെ ദേവി ഒരു പരുവത്തിൽ രക്ഷിച്ചു, നീതിദേവി അവനെ വെറുതെ വിടുന്നില്ല. എന്നിട്ട് പൗലോസിനെ നോക്കി അവർ പറയുകയാണ്, ഇപ്പൊ വീർക്കും, ഇപ്പൊ വീഴും, ഇപ്പൊ ചാവും. എന്താണ്? ഇപ്പൊ വീർക്കും, ഇപ്പൊ വീഴും, ഇപ്പൊ ചാവും. നമ്മെ നോക്കി പലരും പറയുന്നില്ലേ? നമ്മെ നോക്കി ഇതുപോലെയുള്ളതല്ലെങ്കിലും മറ്റു നിലയിൽ പലരും പലതും സംസാരിക്കുന്നില്ലേ? നമ്മെ നോക്കി, നമ്മുടെ തലമുറയെ നോക്കി, കുടുംബത്തെ നോക്കി, സഹോദരങ്ങളെ നോക്കി പലരും പറയുന്നു, എന്താണ്? നീതിദേവി വെറുതെ വിടുന്നില്ല. ഈ ദ്വീപിന്റെ പ്രത്യേകത, ഇവിടെ രക്ഷപ്പെട്ടവരാരും നീതിദേവി ചുറ്റി അവരെല്ലാം ചത്തു വീണിട്ടേ ഉള്ളൂ. ആർക്കും ഇത് സംഭവിക്കും? പൗലോസിനും. അവർ കാത്തിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും കാത്തിരിക്കുക നമ്മളിപ്പോൾ വീഴുന്ന കാണാൻ, ചത്ത് വീഴുന്ന കാണാൻ നോക്കിയിരിക്കുന്നവരാ. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ പൗലോസിനുണ്ടായ അനുഭവത്തിന് അത്രയും നമുക്കുണ്ടോ? നമ്മൾ ആരെങ്കിലും ചത്ത് വീഴുന്ന കാണാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുമോ? ഇല്ല. പക്ഷെ പൗലോസിന് ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ? ഇപ്പൊ ചത്ത് വീഴുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആളുകളാ. പക്ഷെ പൗലോസ് എന്ത് ചെയ്തു? അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇനി അത് ആരെയും ചുറ്റരുത്. ഇനി അത് ആരെയും ചുറ്റാതിരിക്കുവാൻ, അതിനെ തീയിൽ കുടഞ്ഞു കളയുവാനുള്ള ശക്തി നിന്റെ മേൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ പിറക്കിയ വിറകിൽ ആ ജന്തു ഉണ്ടായിരുന്നതും അത് നിന്റെ കയ്യിൽ ചുറ്റിയതും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രയാസമെന്ന് ചോദിച്ചാൽ, ഈ പ്രയാസത്തെ, ഈ പ്രതികൂലത്തെ, ഈ പ്രതിസന്ധിയെ, ഈ കഷ്ടതയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ നിന്നിൽ പാർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതെന്റെ ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് നീ പിറക്കിയ വിറകിൽ മാത്രം ആ ജന്തു ഉണ്ടായിരുന്നതും അതിനെ തീയിൽ നശിപ്പിച്ച് കളയുവാൻ നിനക്കിടയായതും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പറ, എന്നിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിക്ക് ചിലതിനെ ഇല്ലാതാക്കുവാൻ കഴിയും. പറ, എന്നെയോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ വ്യാപരിക്കുന്ന ചില ശക്തികളെ ഇല്ലാതാക്കുവാൻ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിക്ക് കഴിയും. അതിനെ ജയിക്കാൻ വേണ്ടിയാ ദൈവം വീണ്ടെടുപ്പ് വില കൊടുത്തത്. അവിടെ തോറ്റുപോകാനല്ല. നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നീ തോറ്റുപോകാനല്ല. നിന്റെ പ്രതിസന്ധിയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ നിന്നിലൊരു ശക്തി ദൈവം തന്നിട്ടുണ്ട്. ആ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുക. അതുകൊണ്ട് പ്രതിസന്ധിയെ കണ്ട് പതറേണ്ട ആവശ്യമില്ല. പൗലോസ് അവിടെ വെപ്രാളം വല്ലതും കാണിച്ചോ? ഇല്ല. ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ, ഇതിൻ്റെ അന്ത്യം ഞാൻ കുറിക്കും. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഈ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഞാൻ ഇല്ലാതാക്കും. ഇതിന് ഞാൻ അന്ത്യം കുറിക്കും. ഇനി നിന്നെയോ നിന്റെ തലമുറയിലോ കുടുംബത്തിൽ ആരെയോ ഈ ജന്തു ഇനി ചുറ്റുവാൻ അനുവദിക്കുകയില്ല. പറ, ദൈവത്തോട് പറ, ഈ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുക. ഈ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുക. ഇനി ഈ പോരാട്ടം എന്നെയോ എൻ്റെ കുടുംബത്തിലുള്ള ആരെയും അലട്ടുവാൻ ഞാൻ സമ്മതിക്കയില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞാൻ ഭത്സിച്ചകറ്റുന്നു.
ആത്മാവിൽ ആരാധിച്ചാട്ടെ, ആത്മാവിൽ ആരാധിച്ചാട്ടെ. നിന്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമായത്. നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി വെളിപ്പെടുന്ന സമയമായത്. അതിന്റെ ശക്തി എന്തെന്ന് നീ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയുടെ അളവ് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും, നിന്റെ തലമുറയിൽ വെളിപ്പെടും, അത് നിന്നിൽ വെളിപ്പെടും, നിന്റെ സഭയിൽ വെളിപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണിന് കാണുന്നത് നോക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല, ഹൃദയത്തെ നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ, ഈ നേരിട്ട പ്രശ്നത്തിൻ്റെ അന്ത്യം ഇവിടെ സംഭവിച്ചു, വിടുതലോടുകൂടി ആ മടങ്ങിപ്പോകുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? വിടുതൽ പ്രാപിച്ച ഞാൻ പോകുന്നത്, ഇത് ആരുടെയും ശക്തി കൊണ്ട് സംഭവിച്ചതല്ല, ഇത് ആരുടെയും കഴിവുകൊണ്ട് സംഭവിച്ചതല്ല. നിന്നിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി നിന്റെ പ്രശ്നത്തെ, നിന്റെ പ്രതിസന്ധിയെ ഇല്ലാതാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാരെങ്കിലും പ്രസംഗിച്ചത് കൊണ്ടോ, ആരെങ്കിലും തലയിൽ കൈവച്ച് പറഞ്ഞതുകൊണ്ടോ അല്ല. നിന്റെ പ്രതിസന്ധിയുടെ പരിഹാരം നിന്റെ അന്തർഭാഗത്ത് ദൈവം തന്നിട്ടുണ്ട്. അത് ഈ മൺകൂടാരത്തിലാണ് തന്നിരിക്കുന്നത്. ഇത് പൊട്ടിപ്പോകുമെന്നറിയാം, ഈ ശക്തി താങ്ങുവാൻ ഈ മൺകുടത്തിന് കഴിയത്തില്ലെന്നറിയാം. എന്നാലും അതിനെ പൊട്ടിപ്പോകാതെ നിലനിർത്തുവാനും ഈ അത്യന്ത ശക്തിക്ക് കഴിയും. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇവിടെ പൗലോസിന് പറയാൻ കഴിയുന്നു, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസിപ്പാൻ കഴിയുമോ? എന്നോട് അരുളി ചെയ്തതുപോലെ. നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ, എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ, എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ, തലമുറയോട് വാഗ്ദത്തം ചെയ്തതുപോലെ, കുടുംബത്തോട് വാഗ്ദത്തം ചെയ്തതുപോലെ അത് തന്നെ സംഭവിക്കും. ഈ കടലിന് എന്നെ മുക്കിക്കളയുവാൻ കഴിയില്ല, ഈ നീതിദേവിക്ക് എന്നെ ഇല്ലാതാക്കുവാൻ കഴിയില്ല. ഇപ്പോൾ നീ വീഴും, ഇപ്പോൾ ചാവും, ഇപ്പോൾ വീർക്കുമെന്ന് പറയുന്നവരുടെ മുൻപിൽ നീ ധൈര്യത്തോടെ നിൽക്കും, നീ ധൈര്യത്തോടെ നിൽക്കും. അത് മാത്രമല്ല ദൈവ പ്രമാണിയുടെ പിതാവിന് സൗഖ്യം വരുത്തുവാൻ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോവുക. ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവ പ്രമാണിയുടെ പിതാവ് സൗഖ്യമില്ലാതെ കിടക്കുന്നു, അവന് സൗഖ്യം വരുത്തുവാൻ നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ അത് സംഭവിക്കും. ചത്തു വീഴുമെന്ന് പറഞ്ഞവൻ അത് ദീപ് പ്രമാണിയുടെ അപ്പന് സൗഖ്യം വരുത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാനതുകൊണ്ടാണ് പറയുന്നത്, വായിക്കുമ്പോൾ വെറുതെ വായിച്ചു വിടരുത്. ഇപ്പം വീർക്കും, ഇപ്പം വീഴും, ഇപ്പം ചാവും എന്ന് പറഞ്ഞവർ നോക്കുമ്പോൾ ആ ദ്വീപിൻ്റെ പ്രമാണിയുടെ അപ്പൻ അടുത്തേക്ക് പൗലോസ് ചെന്നു, അവൻ്റെ മേൽ കൈവച്ചു, അവന് സൗഖ്യം വന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കാം, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ പലകയിലൊക്കെ നീന്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, തണുപ്പായതുകൊണ്ട് ചൂടുമൊക്കെ കാഞ്ഞു. 3 ദിവസം ഈ ദ്വീപ് പ്രമാണി അവരെ ആദരവോടെ സൽക്കരിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? 27-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ഈ ദ്വീപ് പ്രമാണി എന്ത് ചെയ്തെന്നാ?
3 ദിവസം മൃഷ്ടാന്ന ഭോജനം. നമ്മുടെ തലമുറയുടെ ഭാവി അവൻ കരുതുമെന്ന് പറഞ്ഞാൽ കരുതത്തില്ലേ? നിന്റെ ആഹാരത്തിൻ്റെ കാര്യം പോലും അവൻ കരുതിയില്ലേ? പൗലോസേ, നിനക്ക് മാത്രമാണോ? നിന്റെ കൂടെ യാത്ര ചെയ്തവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാരത്തിൻ്റെ കാര്യം പോലും എൻ്റെ ദൈവം നോക്കി. ഈ പൗലോസിന് ഒരു പരിചയമുള്ളവരല്ല തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ, എന്നാലും അവരുടെ ആഹാര കാര്യം പോലും ഈ പൗലോസ് മുഖാന്തരം അവിടെ നടന്നു. നീ മുഖാന്തരം ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നീ മുഖാന്തരം ചിലർ സൗഖ്യമാകുവാൻ പോവുകയാണ്. മാത്രമല്ല, അവർ യാത്ര അയച്ചത് എങ്ങനെയാ? കപ്പലിൽ കയറ്റാവുന്നിടത്തോളം ആഹാര സാധനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പ്രതിസന്ധിയാണ് കണ്ടത്, അല്ലേ? നമ്മളെപ്പോഴും പ്രതിസന്ധിയാണ് കണ്ടത്. കപ്പൽ കയറുന്നതും വലയെ പിടിച്ച് രക്ഷപ്പെട്ടതും കയ്യെ ചുറ്റിയതൊക്കെയാണ്. പക്ഷെ നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞ ഒരു അരുളപ്പാടുണ്ട്. അവിടെ നീ വിശന്ന് പോകേണ്ടി വരത്തില്ല. ആ യാത്രയിൽ കഴിക്കേണ്ട ഭക്ഷണം മുഴുവനും തന്നാ നിന്നെ അയക്കുന്നത്. നീ കൈസറുടെ മുമ്പിൽ എങ്ങനെയാ നിൽക്കേണ്ടത്? ബലത്തോടെ നിൽക്കണം. അതിനുള്ള ആഹാരവും തന്നാ വിടുന്നത്. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണ്! മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അവൻ പറഞ്ഞു, പൗലോസേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ ശുശ്രൂഷ തികയ്ക്കേണ്ടതിന് റോമയിൽ വരെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എന്നെ നിനക്ക് ആവശ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ആ വാക്യം. നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തി ലഭിച്ചിട്ട് അവൻ്റെ സാക്ഷികളാകണം. എവിടെ വരെ? ഭൂമിയുടെ അറ്റം വരെ. അന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യൂറോപ്പിൻ്റെ ഭാഗമൊക്കെയാണ്. അവിടം വരെ സുവിശേഷം അറിയിക്കാൻ. നീ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്ത് ദൈവാത്മാവ് പറഞ്ഞോ, യേശു എന്തരുളി ചെയ്തോ, അത് നിന്നിലൂടെ നടപ്പാക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അത് ലോകത്തിൻ്റെ അറ്റം വരെ പൗലോസിനെ കൊണ്ട് സുവിശേഷം അറിയിപ്പിക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കി. കാരണം അവൻ ഹൃദയത്തെ നോക്കുന്ന സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യർ എന്നെ എങ്ങനെ കാണുന്നുവെന്ന് നോക്കി ചിന്തിച്ച് ഭാരപ്പെടേണ്ട. എന്നെ അറിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ ഹൃദയത്തെ നോക്കുന്നു. അവൻ നോക്കുമ്പോൾ എന്നിലൊന്നും കാണുവാൻ ഇടവരരുത്. എൻ്റെ ആരാധന അവൻ്റെ സന്നിധിയിൽ സുഗ്രാഹ്യമായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വ്യക്തിപരമായി നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആ ദൈവവചനത്തെ മുൻപാകെ ഒന്നുകൂടെ നമ്മെ തന്നെ സമർപ്പിക്കാമോ? മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പലപ്പോഴും മനുഷ്യന് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചല്ലോ. ആ വചനത്തിൽ നമുക്ക് ബലപ്പെടാമോ? മനുഷ്യന് പലപ്പോഴും പരിമിതികളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അവസ്ഥകളെ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വേദനകളും നമ്മുടെ നനവുകളും ചിന്തകളും ഭാരങ്ങളും നെടുവീർപ്പുകളും എല്ലാം കാണുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാമോ? അതിരുന്നെടുത്ത് എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരു ദൈവം, വിലയില്ലാത്ത ആ കഴുതയെ വീണ്ടെടുക്കുവാൻ വിലയുള്ള ഒരു ആടിനെ കൊടുത്തതുപോലെ വിലയില്ലാതിരുന്ന നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ വിലയുള്ള രക്തത്തെ ചൊരിഞ്ഞ് എന്നെ നിങ്ങൾ വീണ്ടെടുത്തുവല്ല. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്കൊന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാമോ? പിശാച് പലപ്പോഴും ദൈവിക പദ്ധതികളെ മറിച്ചിടാൻ നോക്കിയാലും ദൈവം അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരത്തുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുന്ന ദൈവജനം നാം കേട്ടുള്ള. ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. യാക്കോബിന്റെ സഹോദരന്മാർ ദൈവിക പദ്ധതികളെ മറിച്ചിടുവാൻ നോക്കിയപ്പോഴും ദൈവ സാന്നിധ്യം യാക്കോബിനോട് കൂടെ ഇരുന്നപ്പോഴും പലപ്പോഴും തൻ്റെ പിതാവ് പോലും, സ്വപ്നം കണ്ടിട്ടുള്ള തൻ്റെ പിതാവ് പോലും ജോസഫിനെ മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്നപ്പോഴും അവിടെയും ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ദൈവകൃപയില്ലാതെ ജാതീയനായ ബറവോന് വരെ തൻ്റെ ദൈവകൃപ യോസഫിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി
കൊടുക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാമോ, ബലപ്പെടാമോ? ഇത് അഭിഷേകം പ്രാപിച്ച ദാവീദ് അനേക നാൾ ദീർഘവർഷങ്ങൾ ആ ദൈവിക വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത് പോലെ, തക്ക സമയത്ത് ദാവീദിനെ ഉയർത്തിയതുപോലെ നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, നന്മകൾ ലഭിക്കാതിരിക്കുമ്പോൾ ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ, അരുളി ചെയ്തത് ദൈവമാണെന്ന് ഓർത്ത് കർത്താവിൽ ആഴമായി വിശ്വസിക്കാമോ? നമുക്ക് ആ ദൈവം നമ്മളെ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചല്ലോ. നമുക്ക് ആ വചനത്തിൽ ആഴമായി വിശ്വസിക്കാം. നമ്മോട് ദൈവിക വാഗ്ദത്തങ്ങൾ, അരുളപ്പാടുകൾ പറഞ്ഞത് ഒരു മനുഷ്യനല്ല, സകലതും സൃഷ്ടിച്ച ദൈവമാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. നമുക്ക് തുറന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ഇന്ന് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ ജോൺ വർഗീസ് പ്രിയ ദേവദാസനോടുള്ള ദൈവസഭയുടെ എല്ലാ നന്ദി അറിയിക്കുന്നു. വൈകുന്നേര സെഷനിലും പ്രിയ ദേവദാസനെ വളരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കട്ടെ. നാം തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആരാധനയൊക്കെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ മടക്ക യാത്രയിലും തുറന്നുള്ള സെഷൻസിലെല്ലാം ദൈവാത്മാവ് പരിപാലിക്കണം. നമ്മുടെ യാത്രയിലെല്ലാം ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. വൈകുന്നേരത്തെ സെഷനിലൊക്കെ ജനത്തിനെല്ലാം കടന്നു വന്ന് ദൈവജനം കേൾക്കുവാൻ എല്ലാവരും സഹായിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ കോശി പണിക്കരങ്ങൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേയും 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ 2ാമത്തെ സെഷനിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവിൻ്റെ ദാസിൽ കൂടെ കേൾക്കുവാനിടയായി തീർന്നല്ലോ. കർത്താവേ സ്തോത്രം, അവിടുന്ന് കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, മനുഷ്യൻ കാണുന്നത് വിധിക്കുമ്പോൾ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം പ്രാപിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണേ. ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും കൃപയും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ സഭയെ മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്ന സ്തോത്രം. പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, കഷ്ടങ്ങളെ, വേദനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിലൊന്നും പതറിപ്പോകാതെ അടിയുറച്ച വിശ്വാസത്തോടെ ദൈവത്തിൽ തന്നെ നോക്കി വിശ്വാസത്തോടെ ഹല്ലേലൂയ വിശുദ്ധിയോടും വേർപാടോടും വിശ്വസ്തയുടെയും ആ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണെന്നും ആ ദൈവം പറയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ശക്തമായ കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. വ്യക്തമായി ശക്തമായി ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിനായി കരുതലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത സെക്ഷനിലും അനുഗ്രഹമായ ശക്തിയോടെ കരങ്ങൾ കർത്താവ് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂടി വന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ദൈവദാസന്മാരെ ശക്തിയോടെ കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പരമപിതാവേ, ആമേൻ. സ്തോത്രം, സ്തോത്രം. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. വൈകുന്നേരത്തെ സെഷൻ കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. നമുക്ക് എല്ലാവരും കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.